ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ യാത്ര പോയതിൻ്റെ അടുത്ത പാർട്ടാണിത്. അപ്പോൾ തൃപ്രയാർ പോയതിന് ശേഷം ഞങ്ങൾ പോയ ഒരു അമ്പലമാണിത്. ഇതെന്ന് പറയുന്നത് ഏതമ്പലമാ ജാനി? പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അമ്പലം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. അപ്പോൾ പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്ത് തൃപ്രയാറിന് തൊട്ടടുത്താണ് ഈ പെരിങ്ങോട്ടുകര കേട്ടോ. അപ്പം അവിടെ 2 അമ്പലങ്ങളുണ്ട് ഇതേപോലത്തെ. ഈ ദേവസ്ഥാനത്തിൻ്റെ അകത്തുള്ള ഇതാണിത്. അപ്പം യഥാർത്ഥ ദേവസ്ഥാനം വരുന്നത് ഇനിയാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെളിയിലത്തെ ഫുള്ള് വീഡിയോ എന്ത് അടിപൊളി സൂപ്പറാണ് കാണാൻ. സ്വർണ്ണത്തിൽ കുളിച്ച് നിൽക്കുവാണ് അമ്പലം. അങ്ങനെയാണ് അതിൻ്റെ ലൈറ്റ് സെറ്റിങ്ങും അതിൻ്റെ ഓരോ ഇത് പെയിൻറ്റിങ്ങും എല്ലാം നല്ല ഗോൾഡ് കളറാണ്. കണ്ടില്ലേ, ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അടിപൊളിയാണ് അവിടെ കാണാനായിട്ട്. അപ്പം ഇവിടെ ഈ അമ്പലത്തിൽ പോയില്ലായിരുന്നെങ്കിൽ അതൊരു നഷ്ടമായി പോയിന്. അത്രയ്ക്ക് നല്ല കാണാനായാലും നല്ല ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ നമ്മൾ സന്ധ്യ സമയത്ത് പോയതുകൊണ്ട് ആ ലൈറ്റിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. കണ്ടില്ലേ, ഓരോ രൂപങ്ങളെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടില്ലേ. അവരുടെ ഒരു അമ്പലക്കുളമാണിത് കേട്ടോ. ശിവനും പാർവതിയും ഇരിക്കുന്ന കണ്ടില്ല, അടിപൊളി ഒരു അമ്പലമാണ്. അപ്പം ഇവിടെ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത വിഷ്ണുമായ ക്ഷേത്രമാണിത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളത് ഞങ്ങൾ വീഡിയോ എടുത്തു. പക്ഷേ അതിനകത്തൊരു ചെറിയ ഭാഗമാണിത് കേട്ടോ. ഈ ബാക്കിൽ നിൽക്കുന്ന ആനയെന്ന് പറയുന്നത് അത് ഒറിജിനൽ അല്ല. പക്ഷേ കണ്ടാൽ അത് ഒറിജിനൽ ഒരു ആനയാണെന്നാണത് തോന്നുന്നത്. അപ്പോൾ അതിന് പുറത്ത് അതിന് എതിർഭാഗത്തായിട്ടാണ് ഈ രൂപങ്ങളൊക്കെ പണിഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു ഇവിടെ കാണാൻ. ഇങ്ങനെ ഒരു ഗരുഡനും സംഭവങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഗുരുവായൂർ പോയി. അപ്പോൾ അന്ന് തലേന്ന് ഗുരുവായൂർ വന്ന് സ്റ്റേ ചെയ്തിട്ടാണ് ഞങ്ങൾ പിറ്റേന്ന് ഗുരുവായൂർ പോയത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഗുരുവായൂർ ഭയങ്കര തിരക്കായിരുന്നു. 200-300 കല്യാണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അകത്തൊന്നും പോയി നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അതിനുശേഷം നമ്മൾ വന്നൊരു ആലത്തിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ ആരും അധികം പോയി കാണത്തില്ല. പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഇത് പുഴയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി നടുക്ക് കണ്ടില്ലേ, ഒരു കൊക്കിനെ കണ്ടില്ലേ, ആ വെള്ളത്തിന് നടുക്കായിട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ ഊണാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കറി. കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു മീനും കൂടെ, ഒരു അയില ഫ്രൈ ഓർഡർ ചെയ്തിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ തൃപ്രയാർ അമ്പലത്തിൽ പോയി. അതിനകത്തൊന്നും കയറിയില്ല. നമ്മൾ മീൻ കഴിച്ചുകൊണ്ട് അതുമല്ല നട അടച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പിൽ നിന്നൊരു ഡാൻസൊക്കെ ഒരു റീലൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. ഇവിടെ നല്ല ചായയായിരുന്നു. ജാനി ഒരു സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ബൂസ്റ്റ്, ഞാനൊരു ചായ. അപ്പോൾ കുറച്ച് പേര് കണ്ട് അപ്പുറത്തെ റോഡിന് എതിർവശത്ത് കടയിലായിട്ട് ചായ കുടിക്കാനായിട്ട് പോയി. അങ്ങനെ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടെ വഴിയോരത്ത് ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങുന്നത് നല്ല രസമാണല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അടിപൊളി ഒരു യാത്രയായിരുന്നു. അപ്പം ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.